പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനം മിസ്രയീമിലെ അടിമത്തത്തിന് ശേഷമായി അവരുടെ സ്വന്തം നാടായ കനാൻ ദേശത്തേക്ക് പ്രയാണം ആരംഭിച്ച് ചെങ്കടലിൻ്റെ തീരത്ത് വരുമ്പോൾ സംഭവിക്കുന്നതായ കാര്യങ്ങളാണ് ഈ 14-ാം അധ്യായത്തിൻ്റെ പകുതി മുതലുള്ളതായ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെങ്കടലിൻ്റെ തീരത്ത് വന്നപ്പോൾ ജനമെല്ലാം വല്ലാതെ പരിഭ്രമിച്ചു പോയി. കാരണം അവർക്ക് മുൻപോട്ട് പോകുവാനായി പാതയില്ല. മുൻപിൽ ചെങ്കടലാണ്, ഇരുഭാഗത്തേക്ക് ഒഴിഞ്ഞു പോകാൻ സാധ്യമല്ല, അവിടെ പർവ്വതനിരകളാണ്. അതേ സമയത്ത് തന്നെ ഫറവോൻ്റെ സൈന്യം അവരുടെ പിന്നാലെ വരികയാണ്. അവരെ രക്ഷപ്പെട്ട് പോകുവാനായിട്ട് അനുവദിക്കാൻ അവർക്ക് മനസ്സില്ല. അതുകൊണ്ട് അവരെ കൊന്നുകളയാനായിട്ട് ഫറവോൻ്റെ സൈന്യം ഇതാ പിന്നാലെ വളരെ വേഗത്തിൽ വരികയാണ്. അങ്ങനെ രക്ഷപ്പെട്ടു പോകുവാൻ യാതൊരു വഴിയും കാണാതെ ഇസ്രായേൽ ജനം വല്ലാതെ വിഷമിച്ച് വാവിട്ട് നിലവിളിക്കാനായിട്ട് തുടങ്ങി. അവർ മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുക്കുകയാണ്. അവർ പറയുകയാണ്, മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? വാസ്തവത്തിൽ മോശയ്ക്ക് എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാ. എന്നിരുന്നാലും മോശ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടാലും നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ളതായ ഈ മിസ്രയീമ്യരെ ഇനി ഒരു നാളും നിങ്ങൾ കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. എന്നിരുന്നാലും മോശ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് കരയുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായ ഒരു കാര്യം, അവിടെ ഒരു കൂട്ടക്കരച്ചിലാണ്. ജനമെല്ലാം ഒരു ഭാഗത്തൂടെ കരയുന്നു, മറുഭാഗത്ത് മോശ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് കരയുന്നു. അങ്ങനെ ആകപ്പാടെ എല്ലാവരും ഒരുമിച്ച് വിലപിക്കുന്നതായ ഒരു രംഗമാണ് നാം ഇവിടെ കാണുന്നത്. ഈ സമയത്ത് യഹോവയായ ദൈവം മോശയോട് അരുളി ചെയ്യുന്നതായ കാര്യങ്ങളാണ് 14-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു പോകും. എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ് ദൈവം മോശയോട് അരുളി ചെയ്യുന്നത്. മോശയെ ദൈവം ഈ ജനത്തിൻ്റെ നായകനായി, ഈ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുവാനായി തെരഞ്ഞെടുത്തതായ വ്യക്തിയാണ്. അതിനുവേണ്ടിയുള്ളതായ സകല ട്രെയിനിങ്ങും ദൈവം മോശയ്ക്ക് നൽകിയിട്ടുണ്ട്. മോശയുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ, ഈ കഴിഞ്ഞ 80 വർഷക്കാലത്തെ ചരിത്രം നാം നോക്കുമ്പോൾ, മോശയെ ഏതെല്ലാം നിലകളിൽ ദൈവം അഭ്യസിപ്പിച്ചാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിപ്പിച്ചു. വാക്കിലും പ്രവൃത്തിയിലും അവൻ സമർത്ഥനായി തീർന്നു എന്നാണ് നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. വിക്കനായിരുന്നുവെങ്കിലും, തടിച്ച നാവുള്ളവനായിരുന്നുവെങ്കിലും, മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിപ്പിച്ച് വാക്കിലും പ്രവൃത്തിയിലും അവനെ സമർത്ഥനാക്കിയാണ് വലിയവനായ ദൈവം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി മോശയെ നിയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല, വിവിധ സന്ദർഭങ്ങളിൽ യഹോവയായ ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രമുണ്ട് എന്നുള്ളത് കൃത്യമായി തിരിച്ചറിയുവാനുള്ള വലിയ അവസരങ്ങൾ മോശയുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുണ്ട്. ഓരോ പർവ്വത്തിൽ വെച്ച് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായതായ സമയം മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ എത്രയോ സന്ദർഭങ്ങളിൽ മോശ ദൈവത്തെ നേരിട്ട് ആ ദൈവത്തിൻ്റെ ശക്തി അറിയുവാൻ അവസരങ്ങൾ മോശയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മിസ്രയീമിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം 10 ബാധകളിലൂടെ
ദൈവം ഫറവോനെ ശിക്ഷിക്കുന്നതായ സാഹചര്യത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ ശക്തിയേറിയ കരം വെളിപ്പെടുന്നത് കാണുവാൻ മോശയ്ക്കിടയായിട്ടുണ്ട്. അങ്ങനെ പല സന്ദർഭങ്ങളിലായി വലിയവനായ ദൈവത്തിൻ്റെ അതുല്യമായ ശക്തിയെ മനസ്സിലാക്കിയവനായ മോശ ഇതാ ഇപ്പോൾ ചെങ്കടലിൻ്റെ തീരത്ത് വന്ന് നിന്നിട്ട് ദൈവം മുൻപാകെ വീണ് കിടന്ന് വാവിട്ട് നിലവിളിക്കുക. ദൈവം ചോദിക്കുന്നു, മോശയെ നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? പ്രിയമുള്ളവരെ, പലപ്പോഴും നാമും ഇതേപോലെ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് വല്ലാതെ വിലപിക്കാറുണ്ട്. മുൻപിൽ ചെങ്കടലിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ, പിന്നാലെ ശത്രു സൈന്യം പാഞ്ഞെടുക്കുന്നത് കാണുമ്പോൾ, ഇരുഭാഗത്തേക്കും രക്ഷപ്പെട്ടു പോകുവാൻ നിവൃത്തിയില്ല എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ, ഒരു ചുവട് മുൻപോട്ട് വയ്ക്കുവാൻ യാതൊരു നിർവാഹവും ഇല്ല എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ മോശ ചെയ്തതുപോലെ നാമും വിലപിക്കാറുണ്ട്. എന്നാൽ ദൈവം നമ്മോട് ചോദിക്കുന്നു, മോശയോട് ചോദിച്ചതുപോലെ തന്നെ, കുഞ്ഞെ നീ എന്തിനാ വിലപിക്കുന്നത്? നീ എന്തിനാണ് എന്നോട് നിലവിളിക്കുന്നത്? നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാട്ടെ. കഴിഞ്ഞ നാളുകളിൽ നിന്നെ കൊണ്ടുവന്നതായ ജീവിത സാഹചര്യങ്ങൾ ഓരോന്നും നീ ഒന്ന് നോക്കിയാട്ടെ. എന്തെല്ലാം സാഹചര്യങ്ങളിലൂടെയാണ് നിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്, നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്, നിന്നെ ഞാൻ അഭ്യസിപ്പിച്ചിട്ടുള്ളത്. എന്തെല്ലാം അത്ഭുത പ്രവൃത്തികൾ നീ കണ്ടിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ യഹോവയായ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടത് നീ കണ്ടിട്ടില്ലേ? നീ എന്തിനാ പിന്നെ കരയുന്നത്? മോശയോട് ദൈവം പറയുന്നത്, മുൻപോട്ട് പോകുവാനായി ഇസ്രായേൽ ജനത്തെ ഉപദേശിക്കുക. നിന്റെ കയ്യിലുള്ളതായ വടിയെടുത്ത് ചെങ്കടലിന്റെ നേരെ നീട്ടി അതിനെ വിഭാഗിക്കുക. നിനക്ക് ദൈവം വലിയൊരു ശക്തി നൽകിയിട്ടുണ്ട്. നിന്റെ ഉള്ളിൽ വലിയവനായ ദൈവം നൽകിയിരിക്കുന്ന ഒരു ആത്മാവിൻ്റെ ശക്തിയുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിൽ നിന്നെ ധൈര്യപ്പെടുത്തിയതായ ഒരു ശക്തി നിന്റെ ഉള്ളിലുണ്ട്. നിന്നെ അത്ഭുതകരമായി വിടുവിച്ചതായ വിടുതലിന്റെ ഒരു ശക്തി നിന്റെ ഉള്ളിലുണ്ട്. എന്തിനാ ആ ശക്തി നിനക്ക് നൽകിയിരിക്കുന്നത്? മോശയോട് ദൈവം പറയുകയാണ്, നിന്റെ കയ്യിലുള്ളതായ വടിയെടുത്ത് ചെങ്കടലിനെ നേരെ നീട്ടി അതിനെ വിഭാഗിക്കുക. ചെങ്കടലിന്റെ തീരത്ത് വന്നിട്ട് വഴി ഇതല്ല, തെറ്റിപ്പോയി, തിരിഞ്ഞു പോവുക എന്ന് പറയാനായിട്ടല്ല ദൈവം ചെങ്കടലിന്റെ തീരത്തേക്ക് ഇസ്രായേൽ ജനത്തെ മോശ മുഖാന്തരം കൊണ്ടുവന്നിരിക്കുന്നത്. ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ച് അതിൻ്റെ നടുവിലൂടെ ഒരുക്കുന്ന ഉണങ്ങിയ പാതയിലൂടെ നിന്നെ അക്കരെ കടത്തുവാനായിട്ടാണ് ചെങ്കടലിലെ തീരത്തേക്ക് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. തിരിച്ചറിയുവാൻ മോശയെ നിനക്ക് സാധിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ഈ ദൈവവചനം നമ്മോട് പറയുന്നതായ സത്യം ഇത് തന്നെയാണ്. ഈ കഴിഞ്ഞ നാളുകളെല്ലാം നിന്നെ നയിച്ചു കൊണ്ടുവന്നതായ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നിന്നെ അത്ഭുതകരമായി നടത്തിക്കൊണ്ടുവന്നതായ ആ വഴികളൊക്കെ നീ ഓർക്കുമ്പോൾ ഒരു കാര്യം ദൈവം നിന്നെ മനസ്സിലാക്കി തരികയാണ്. നീ കടന്നു വന്നിരിക്കുന്നതായ ഈ പാതകളിൽ നിന്നോട് കൂടെ ഇരുന്ന വലിയവനായ ദൈവം നിന്നെ നയിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ നീ ആയിരിക്കുന്ന സാഹചര്യത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് അയ്യോ തെറ്റിപ്പോയി, വഴി ഇതല്ല, നമുക്ക് തിരിഞ്ഞു പോകാം എന്ന് പറയാനായിട്ടല്ല. നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ എന്തു തന്നെ ആയിരുന്നാലും മുൻപോട്ട് പോകുവാൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന, നിന്നെ ധൈര്യപ്പെടുത്തുന്ന, നിന്നെ സഹായിക്കുന്ന അത്ഭുതകരമായ കരം നിന്നോട് കൂടെയുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തുവാനായിട്ടാണ് ദൈവാത്മാവ് നിന്നെ ഈ പരിതസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രഭാത സമയത്ത് ദൈവവചനം നമ്മോട് പറയുകയാണ്, ദൈവം നിനക്ക് നൽകിയിരിക്കുന്നതായ ഏറ്റവും ശ്രേഷ്ഠമായ രക്ഷ നിനക്ക് നൽകുന്ന ഒരു ധൈര്യമുണ്ട്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്ന് ദാവീദ് പറഞ്ഞതുപോലെയുള്ള ഒരു വലിയ ധൈര്യം നിന്റെ ഉള്ളിൽ ദൈവാത്മാവ് നൽകിയിട്ടുണ്ട്. ആ ധൈര്യം ഉപയോഗിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യത്താൽ നിനക്ക് ലഭിക്കുന്ന ധൈര്യത്താൽ ദൈവാത്മാവ് നിന്നെ സഹായിക്കുന്ന അത്ഭുതകരമായ കരത്തിൻ്റെ സഹായത്താൽ മുൻപോട്ട് പോകുവാനായിട്ടാണ് ദൈവാത്മാവിൻ്റെ രാവിലെ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ ദിവസം
ഈ ശക്തിയോടെ നമ്മുടെ ചുവടുകളെ മുൻപോട്ട് വെച്ചുകൊണ്ട് ധൈര്യത്തോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്നിൻ്റെ മുൻപാകെ പതറിപ്പോകുവാനായിട്ടല്ല, പ്രത്യുത എന്തിനേയും ധൈര്യത്തോടെ നേരിടുവാനായിട്ടുള്ള ആത്മബലം ദൈവം ഇന്ന് രാവിലെ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഞങ്ങൾ ചിന്തിച്ചതുപോലെ കർത്താവെ, ചെങ്കടല തീരത്ത് എല്ലാവരും അലമുറയിട്ട് കരയുമ്പോൾ ദൈവം മോശ വഴിയായി അരുളി ചെയ്തതുപോലെ മുൻപോട്ട് പോകുവാൻ ഞങ്ങളുടെ വിശ്വാസത്താൽ, ദൈവം നൽകിയിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്താൽ ചെങ്കടൽ സമാനമായ പ്രതിബന്ധങ്ങളെ വിഭാഗിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനുള്ളതായ ധൈര്യവും കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. അവരുടെ ആവശ്യങ്ങളൊന്ന് കൂടെ ഇരിക്കണമേ. അത്ഭുതകരമായ അവിടുത്തെ ധൈര്യം അവരുടെ ഉള്ളിൽ നിറച്ച് അവരെ സഹായിച്ചാട്ടെ. എന്തിനേയും നേരിടുവാനുള്ളതായ ബലം, ധൈര്യം, ആത്മബലം എല്ലാം അവർക്ക് നൽകിയാട്ടെ കർത്താവേ. അവിടുന്ന് അവരുടെ ഓരോരുത്തരുടെ മേൽ അവിടുത്തെ കരം വെച്ചവരെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.